അവരെങ്ങനെ വിൽക്കുന്നതുകൊണ്ടാണ് ഈ വിദ്വാനെ പോലെ ഒരു 3 നേരം വെട്ടി വിഴുങ്ങുന്നത്. ആ വെട്ടി വിഴുങ്ങുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഭർത്താക്കന്മാരെ അത് പ്രത്യുപകാരം ചെയ്യുന്നുണ്ട്. അറിയോ? എന്ത് പ്രത്യുപകാരം? ഞങ്ങളുടെ ഭാര്യമാർ തൊഴിലുറപ്പിന് പണിക്ക് പോകുമ്പോൾ അവരെ കയ്യിൽ പുഴുകടിയിരിക്കാൻ ഞങ്ങൾ ഫുൾ ഷർട്ടാണ് ഒരു കൊടുക്കുന്നത്. എന്നാൽ ഈ വിദ്വാന് പണിക്ക് പോകാൻ പറ്റില്ല. പണിക്ക് പോകാൻ പറ്റാത്ത കാര്യങ്ങൾ നടക്കാം. ഇവിടെ നിൽപ്പണ്ടല്ലേ ഈ മനുഷ്യർക്ക് എനിക്കറിയാവോ? അറിയോ? ഈ വിദ്വാനെ അറിയുന്നു. കഴിഞ്ഞ ദിവസം എന്റെ വാട്സപ്പിലൊക്കെ ഒരു മെസ്സേജ്. എന്താ? എന്ത് കാരണം? അവൾ സീമന്തരേഖയിൽ സിന്ദൂരം തൊടുന്നില്ല. സിന്ദൂരം തൊട്ടില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും സ്വന്തം ഭാര്യ മർദ്ദിക്കുവോ? സീമന്തരേഖയിൽ സിന്ദൂരം തൊടുത്ത എല്ലാ ഭാര്യമാരും മർദ്ദിക്കണമെന്നുള്ള അഭിപ്രായക്കാരൻ. എന്താ അതിന്റെ കാരണം പറയുക? എന്റെ തിരുമേനി സീമന്തരേഖയിലെ സിന്ദൂരത്തിനൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. സിന്ദൂരത്തിനൊക്കെ എന്തർത്ഥാണ് നമുക്ക് മനസ്സിലായില്ല. തിരുമേനിക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു. സീമന്തരേഖയിൽ സിന്ദൂരം തൊട്ട് ഒരു പെൺകുട്ടി വരുന്നത് കണ്ടാൽ തിരുമേനിയെ പോലെ ഞരമ്പുരകൾ മനസ്സിലാക്കണം ഈ പ്രോപ്പർട്ടി വിറ്റുപോയതാണ്. അതിന്റെ പുറകെ പുല്ല് തിന്നാൻ പശുവിനെ അഴിച്ചു പോയതാണ്. സ്ത്രീകളെ ഇങ്ങനെ അതിശയം സംസാരിക്കുന്നത്. സ്ത്രീകളെ അതിശയം സംസാരിക്കുന്നത് ഇരിക്കുന്ന ആളെ മനസ്സിലായോ? അങ്ങനെ കുറിയൊക്കെ തൊട്ടിരിക്കുന്ന ആളെ മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ലേ? ഇല്ല. തൊഴിലുറപ്പിന് പണിക്കൊക്കെ പോകുന്ന ചേച്ചിയാ. തൊഴിലുറപ്പിന് പോകണം. നല്ല കാര്യമില്ല. നല്ലൊരു കൈഡി കൊടുത്തേ. തൊഴിലുറപ്പിന് പോകണ ഇയാൾക്ക് നല്ല കൈഡി കൊടുത്തേ. അധികം കൈയെടുത്ത് പ്രോത്സാഹിപ്പിക്കണ്ട. കഴിഞ്ഞ ദിവസം രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ തെങ്ങിന് തടം വെട്ടി. വൈകുന്നേരം 5 മണിക്ക് മുകളിലേക്ക് നോക്കിയാൽ മനസ്സിലായത് മണ്ടയില്ലാത്ത തെങ്ങിന് തടം വെട്ടിക്കൊണ്ടിരുന്നത്. ദൈവത്തെ ഓർത്ത് തൊഴിലുറപ്പിന് പോകണ്ട, നഷ്ടം വരുത്താൻ വേണ്ടിട്ട് നടക്കാം. ആയിക്കോട്ടെ. ഒരു കാര്യം മോൻ ചോദിച്ചോട്ടെ? എന്ത് കാര്യം? ഇല്ല, ഒന്നുമില്ല. ഈ രാമൻ കൊടുത്തിരിക്കുന്ന മുണ്ട് എങ്ങനെയുണ്ട്? ഉറക്കം പറയാ. അടിപൊളിയായിട്ട്. ഇതേ എന്റെ മുണ്ടല്ല കേട്ടോ, രാമന്റെ മുണ്ട് തന്നെയാണ്. എന്താ തിരുമേനിയുടെ മുണ്ടല്ല, ഈ രാമന്റെ മുണ്ട് തന്നെയാണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലായില്ലേ തിരുമേനിയുടെ മുണ്ടാന്ന്. ഇത് തിരുമേനിയുടെ മുണ്ടാണെന്ന് എന്റെ മുണ്ടാന്ന് ദൈവത്തോർത്ത് പറയണ്ട. ഇല്ല, മിണ്ടലില്ല, നടന്നോളുക. തിരുമേനി എന്താ ഈ ഇരിക്കുന്ന മനുഷ്യരെ കണ്ടോ? ആരാ രാമ? കണ്ണാടി ചർച്ച തൂക്കിയിരിക്കുന്ന ഈ വിദ്വാനാണോ? ആ വിദ്വാൻ. എന്താ രാമ പറയുക? കഴിഞ്ഞ ദിവസം എന്നെ ചെയ്ത പണിയെന്താന്ന് എന്താ പറയുക? എന്താ? എന്റെ അച്ഛൻ മരിച്ചു കിടക്കുക. ഇനി എന്റെ അച്ഛനെ കാണാൻ പറ്റില്ലോ ദൈവമേ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ട് കരയുക. ഈ മനുഷ്യൻ എന്നെ തോളത്തട്ടിന്ന് പറഞ്ഞു, രാമ വിഷമിക്കണ്ട, മരിച്ചുപോയ അച്ഛനെ കാണണമെങ്കിൽ ആകാശത്തേക്ക് നോക്കിയാൽ മതി, നക്ഷത്രമായിട്ട് കാണാന്ന് പറഞ്ഞു. ഞാൻ അച്ഛനെ ഇടയ്ക്ക് രാത്രി 12 മണിയായപ്പോൾ എന്റെ അച്ഛനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ആകാശത്തേക്ക് നോക്കിയാൽ എന്നതാ എന്താ നിറച്ച നക്ഷത്രം. ഞാൻ ഒറ്റത്തൊന്നി കൊണ്ടാകുന്നല്ലേ ഈ പുള്ളി പറഞ്ഞു വെച്ചിട്ട് പറയാതിരിക്കുക. പുള്ളി അങ്ങനെ ഉദ്ദേശിച്ചില്ല. താൻ നടക്കുക, ഇല്ലത്തേക്ക് നടക്കുക. തിരുമേനി ഒരു കാര്യം പറയാമോ? എന്താ രാമ? തിരുമേനി നമ്മുടെ കിള്ളിക്കുറിശ് മലയിലെ ഭാമത്തമ്പുരാട്ടി എന്താ നോമി കേൾക്കുന്നത്? ഭാമത്തമ്പുരാട്ടി നമ്മെ തിരക്കുന്നു. എന്താ രാമ പറഞ്ഞത്? തിരുമേനിയെ കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നില്ല അത്രേ. അത് ശരി തന്നെ. ഈ സന്തോഷ വാർത്ത ഇപ്പൊ നമ്മോട് പറഞ്ഞ രാമനെ നോക്കുമ്പോ എന്താ അങ്ങോട്ട് തരിക? തിരുമേനിയുടെ ഇഷ്ടം. എന്നാ പാലക്കാടുള്ള 10 ഏക്കർ പാടം അങ്ങോട്ട് പതിച്ചെടുക്കുക. പിന്നെ ബസ്സോട് ഇതാ പതിച്ചിരിക്കണു. എന്താ രാമന് സന്തോഷമായില്ലേ? നമുക്ക് സന്തോഷമായി. തിരുമേനിയോട് ഞാൻ പേഴ്സണലായിട്ടൊരു കാര്യം ചോദിക്കുന്നത് വെച്ചിരിക്കും. എന്താ രാമ ചോദിക്കുക? അത് ഈ സ്ത്രീകൾ പൊതുവെ എപ്പോ പ്രസവിക്കുന്ന നല്ലത്? കല്യാണം കഴിഞ്ഞിട്ട് പ്രസവിക്കുകയായിരിക്കും നല്ലത്. അതാകുമ്പോ പേരുദോഷം ഉണ്ടാവില്ലേ? ആയിക്കോട്ടെ, എന്നാ പിന്നെ അങ്ങനെ പിടിക്കാം. നടക്കുക. അല്ല, തിരുമേനി വൈദ്യശാസ്ത്രത്തിൽ അതാത് പണ്ഡിത്തുള്ള ആളല്ലേ? എനിക്കൊരു ഡൗട്ട് ചോദിക്കാം.